ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മുസ് സ്റ്റുഡിയോ. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് പുതിയങ്ങാടി നേർച്ച നടക്കുന്നിടത്താണ് കേട്ടോ. അതായത് ഇന്ന് പുതിയങ്ങാടി നേർച്ചയുടെ ഫസ്റ്റ് ഡേ ആണ്, കൊടിയേറ്റം ഡേ ആണ്. കൊടിയേറ്റം ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വരവ് കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെയുള്ള ഒരു ഷോപ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എത്രയോ പോലെ ആൾക്കാരാണെന്ന് അറിയാം, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും, കാണുന്ന കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾ 3:30 തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പം വരവ് ഒരു 5 മണി 5:30 ഒക്കെ ആവും. അപ്പോൾ അതുവരേക്കും അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മര്യാദക്ക് നിൽക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നേരത്തെ തന്നെ വന്ന് സ്ഥലം പിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ആ താഴെ കണ്ടോ, ഷോപ്പിൻ്റെ ഒക്കെ താഴെ മെയിൻ പ്ലാറ്റ്ഫോം അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മര്യാദക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്തവണ നമ്മൾ നേരത്തെ പോകുന്നതാണ് കേട്ടോ. ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വണ്ടികൾ അതിനനുസരിച്ച് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അപ്പുറത്ത് കുറച്ച് ദൂരെയൊക്കെ ആയിട്ട് മാറ്റി നിർത്തിയിട്ടേക്കാണ്. കാരണം നമ്മളിനി തിരിച്ചു പോകുന്ന സമയം എന്ന് പറയുമ്പം ഇതിനേക്കാളും ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമുക്ക് വണ്ടി ഇവിടുന്ന് എടുക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. നമ്മളിവിടുന്ന് മാറ്റി നിർത്തിയിട്ടേക്കാണ് കേട്ടോ. സോ നമ്മൾ അതിന് ശേഷം എന്താ പറയുക, സേഫായി മുകളിൽ അവിടെ കാണുന്നതുണ്ട്, സ്റ്റെയറിലും മുകളിലും നിറയെ ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, പോണവരും വരുന്നവരും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലാകുമ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിൻ്റെ മുകളിലും ഒരു സെറ്റ് ഫ്ലോർ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് സോ റിസ്ക്. കാരണം 3 മണിയൊക്കെ ആയതുകൊണ്ട് വെയിലൊന്നും പോയിട്ടില്ല. സൺ ടാൻ അടിച്ച് സ്കിന്ന് ഡാർക്ക് ആക്കണ്ടാവും വിചാരിച്ചിട്ട് ഐ വിൽ ബി വെയിറ്റ് ഹിയർ ഗൈസ്. കാരണം ഇനി ഇതിൻ്റെ മുകൾക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ തലക്ക് മുകളിൽ ഇവിടെ നിന്നിട്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. നേരിട്ട് തന്നെ സൂര്യൻ അടിക്കുകയാണ് മുഖത്തേക്ക്. എന്നാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. കാരണം ഇവിടെ കുറച്ചുകൂടി നല്ല അടിപൊളി വ്യൂ ഉണ്ട്. എന്താ പറയുക, നല്ല സെറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ പേര് മുകളിലും സ്റ്റെയറിലും അവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ ആൾക്കാരുണ്ട് നിറയെ. പിന്നെ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ കൂടി വന്ന് ഇവിടെ ഇതെന്താണെന്നറിയാവോ, നമ്മുടെ നേർച്ചയുടെ ഇതായിട്ട് ഇവിടെ ഇങ്ങനെ ബലൂൺസ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് കൊടുക്കുകയാണ് ആൾക്കാർക്ക്. ഇത് കോപ്പറേറ്റീവ് ബാങ്ക് പുതിയത് അവിടെ ഈ ബിൽഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവരുടെ ലോഗോ, എംബ്ലംസ് കാര്യങ്ങളൊക്കെയുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യണം. അതിൻ്റെ കൂടെ ചായ സ്നാക്സൊക്കെ ഉണ്ടെന്ന് കേട്ടോ കണ്ടത്. പക്ഷേ നമുക്കിവിടുന്ന് പോയി വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഒന്ന് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാലിയാവും ഗൈസ്. ഷിറ്റ്, കാലിയാവും, നല്ല സ്ഥലം പോവും. നമ്മൾ ഇത്രയും നേരം നിന്ന് റിസ്ക് എടുത്ത് വെറുതെ ആവും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 5:30 കഴിഞ്ഞ് 6:30 കേട്ടോ ഇപ്പോൾ സമയം. 7 മണിക്കാണ് വരവ് വരുന്നത്. അത് വരെ 3:30 തൊട്ട് 7 മണി വരെ ഞങ്ങളിത് ഈ ഒരു നിർത്ത് നിന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത് കുറേ ബോട്ടിൽ കൊണ്ടൊന്ന് വെള്ളം കുടിച്ചു. നമുക്ക് ഇവിടുന്ന് അടുത്തൊന്നും ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കുറേ ഫുഡൊക്കെ വാരി കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. സോ നമ്മൾ അന്നേരമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. വരവൊക്കെ പോയി കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഉല്ലാത്തും അപ്പോഴൊക്കെയാണ് കഴിക്കുക. സോ നിങ്ങൾ ജസ്റ്റ് ഇനി വരുന്ന കാഴ്ചകളൊക്കെ ലൈവായിട്ട് കണ്ടോ. ഞാൻ വോയിസ് ഓവർ എടുത്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വരുന്ന കാഴ്ചകളൊക്കെ വരവ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ് തന്നെ എന്തോ ഒരു അതിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇനി അത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള വരവാണെന്ന് കേട്ടോ. എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും ചരിത്രം കാര്യങ്ങളൊന്നും അറിയില്ല. അറിയുന്ന ആരുടെ അടുത്തായാലും ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടോട്ടോ. ലക്ഷ്യം വെച്ചുകൊണ്ടില്ല 171 വലിയ
ഗൈസ് ഇത് ഞാൻ എന്ത്രൂഞ്ഞാലിൽ കയറിയപ്പോൾ എടുത്ത ജസ്റ്റ് ഒരു ഷോട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഷോട്ട് മാത്രം നമുക്ക് ക്യാമറ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ടു ജെർക്കിങ്. എനിക്ക് ഒന്നാമതേ പേടിയാണ്. നല്ല ഹൈറ്റിൽ പോകുമ്പോൾ നല്ല പേടിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പൊളിച്ച് നിൽക്കണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ് എൻ്റെ അലറയിൽ. സോ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇത് പറയുന്നത് 6D ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന എഫക്ട്സ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് വിൻഡ്, ലൈറ്റ്നിങ്, ബബിൾസ്, റെയിൻ, സ്മെല്ല്, ഫയർ. അപ്പം നമ്മൾ നാളെ ഇതിൽ കയറുള്ളൂ കേട്ടോ. ആൻഡ് എനിവേ ബൈ. ഹലോ, ദിസ് ഇസ് എ സെക്കൻഡ് ഡേ ഓഫ് പുതിയങ്ങാടി നേർച്ച, രണ്ടാമത്തെ ദിവസമാണ്. ആൻഡ് വി ആർ നോട്ട് ഷൂട്ടിംഗ് ടുഡേ ബിക്കോസ് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അവിടെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ തന്നെ ഈ കറങ്ങുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, തോണി, അതിൽ കയറിയിട്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമുക്ക് എങ്ങനെയും മൈൻഡപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബട്ട് ഐ ഡിഡ്ന്റ് ഷൂട്ട് ദാറ്റ്. പക്ഷേ ഇന്ന് ഉണ്ട്, നാളെ ഉണ്ട് പ്രോഗ്രാംസ്. 3 ദിവസം വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുക കേട്ടോ. ആൻഡ് അപ്പം ഇന്നലെ എന്ന് പറയുമ്പം ഇന്നലെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് മര്യാദക്ക് സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ആൻഡ് വി ഹാവ് ടു ആൻഡ് ടുഡേസ് വി വിൽ ഈറ്റ് അലോട്ട് ദം ഔട്ട്സൈഡ് ദം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഫുഡ് കുറച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഐ ട്രൈഡ് ഗോബി ചില്ലി. അത് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എന്ത് പ്രോഗ്രാംസിനായി കഴിഞ്ഞാലും ഞാൻ കഴിക്കും കേട്ടോ. അതെന്തായാലും കഴിക്കും. ആൻഡ് പിന്നെ തുണിയിൽ കയറി അങ്ങനത്തെ പാർക്കിങ്ങല്ല, അങ്ങനത്തെ കുറച്ച് ഇതിലൊക്കെ പാർക്കിലെ കുറച്ച് സംഭവങ്ങളിലൊക്കെ കയറി. ആൻഡ് ടുഡേ ഇന്ന് നമ്മൾ 6Dയിലൊക്കെ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് ഗൈസ്, സോറി ഗൈസ്, നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ദയർ. ആൻഡ് നമുക്ക് ട്രൈപോഡും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരു കംഫർട്ട് കിട്ടുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഐ ആം നോട്ട് കംഫർട്ട് ദയർ. So I hope you all enjoyed this video. If you like this video, please thumbs up, and you are not subscribed, let's subscribe to get more videos like this. If you like my channel, comment your opinions about my videos and about our channel. So guys, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയങ്ങാടി നേർച്ചയിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കമൻറ്റ്, ലെറ്റ് മീ നോ അബൌട്ട് ദാറ്റ്. സോ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ഫീലായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമ്മൾ മുകളിൽ നിന്നപ്പം നമുക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. ആ വരവ് വന്നപ്പോൾ എൻ്റെ അമ്മ രോമണീറ്റു എന്ന് വേണമെന്നുണ്ട് പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കടൽ വരുന്ന പോലെ ആയിരുന്നു ആൾക്കാർ. അത്ര ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നിറച്ച ആൾക്കാരായിരുന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് സീ ഇറ്റ് ബിഫോർ. ലൈക്ക് ഈ അടുത്തൊന്നും അങ്ങ് അത്രയും ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല. ശോഭാ പറമ്പിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു, അതിനേക്കാളും ഉണ്ടായിരുന്നു അവിടെ. ഐ ജസ്റ്റ് വണ്ടർ ഓഫ് ദാറ്റ്. നമ്മൾ ശോഭ പറമ്പിൽ പോയപ്പം അവിടെ ഇങ്ങനത്തെ എന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം എനിക്ക് ഇവിടെ അതുള്ള കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് അത് കണ്ടപ്പം ഐ ജസ്റ്റ് വർക്ക് അപ്പ് ലൈക്ക് ഇതെന്താ ഇവിടെ ഇതുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ ഐ ജസ്റ്റ് ഫോർഗെറ്റ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ ആ വലിയ എന്ത്രൂഞ്ഞാലുണ്ടല്ലോ, വീഡിയോയിൽ കാണിച്ചില്ലേ, അത്ര വലുതാണ് കേട്ടോ. 2 ഉണ്ട് ടോട്ടൽ, 2 ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അതിൽ വലുതുള്ളതിൽ നമ്മൾ ടുഡേ വി വിൽ ഗെറ്റ് ഇറ്റ്. അതിലും പിന്നെ 6D അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ മറ്റേ കാറ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ ഇന്ന് കയറും. സോറി ഗൈസ്, മൈ ബാക്ക്ഗ്രൗണ്ട് ഈസ് സോ മെസ്സി, സോറി ഫോർ ദാറ്റ്. എനിക്ക് ടൈം കിട്ടിയില്ല ഇതൊന്നും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ ഒറ്റ വീഡിയോസ് പോലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് നമുക്ക് കുറച്ച് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ വയ്ക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അപ്പം നമ്മൾ ജസ്റ്റ് ഗോയിങ് ടു പെൻഡിങ് അപ്പ് ഓൾ ദി വീഡിയോസ് ആൻഡ് വിൽ സീ സൂൺ. നാളെ തൊട്ടുണ്ടാവും കേട്ടോ, കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം. സോറി ഫോർ ദാറ്റ്. അപ്പം ഇതൊക്കെ ഇന്ന് മാനേജ് ചെയ്യാനുണ്ട്. ആൻഡ് കുറേ നേരം വെയിലൊക്കെ കൊണ്ട് നിന്നു. ആൻഡ് ഐ ജസ്റ്റ് ഗോട്ട് ആൻഡ് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് പിന്നെ എന്തൊക്കെയാണ് ഗായ്സ്, നിങ്ങളാരൊക്കെ പുതിയങ്ങാടി നേർച്ചയൊക്കെ പോയി എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അപ്പോൾ ഇത്രയുള്ളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇനിയും സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വ്ളോഗ് വിൽ ലീഡ് ടു 20 minutes or 30 minutes. നമ്മുടെ ശോഭപ്പറമ്പ് വീഡിയോ തന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ കട്ട് ചെയ്താക്കിയതാണ് കേട്ടോ. ഏകദേശം ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, 40 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്യാൻ കുറേ എഫേർട്ട് എടുത്തു. സോ ഗൈസ്, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലെറ്റ്സ് മീ സീ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.